കുറേ കാലം മുന്നേ വാങ്ങി വെച്ചതാണ് ഈ ഗ്ലാസ് പെയിന്റ്. കണ്ടില്ലേ വർഷങ്ങളൊക്കെ. ഒരു സമയത്ത് ഈ ഗ്ലാസ് പെയിന്റിനോടുള്ള അഗാധമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വാങ്ങി കൂട്ടിയതാണ് ആ രണ്ടും. പിന്നെ എപ്പോഴും ആ ഇഷ്ടം നഷ്ടപ്പെട്ടിട്ട് ഞാനവിടെ മൂലക്കെ കൂട്ടി വെച്ചതാണ്. ഇപ്പൊ നമുക്കതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. കാരണം എന്താ, നമുക്കൊരു ചാനലൊക്കെ ഉണ്ടല്ലോ ഇത് കാണിക്കാനും പറയാനൊക്കെ. ഇനി നമ്മളെ വർക്കിലോട്ട് വരാം. അതിനായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കാം. അതിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാം. അതിന്റെ ഔട്ട്ലൈൻ വരക്കാനായിട്ട് അതിലൊരു ട്യൂബ് ഉണ്ടാകും. അത് വെച്ചിട്ട് അതിന് ഔട്ട്ലൈൻ കൊടുക്കാം. ഇനി അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതിൽ ഇതുപോലത്തെ 6 കളേഴ്സ് ഉണ്ടാവും. അതിൽ നമ്മുടെ ഡിസൈനിന് മാച്ചായ കളേഴ്സ് ഇതുപോലെ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കളർ മറ്റേ കളറിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ നോക്കുക. അതുപോലെ ബബിൾസ് ഒന്നും വരാതെ ഫില്ല് ചെയ്യാനും ശ്രമിക്കുക. ഇനി നമ്മൾ ഓക്കെ മിഠായിയൊക്കെ വാങ്ങി തന്ന കവർ ഇതുപോലെ ചുറ്റി കൂട്ടി എടുക്കുക. ഇതിന്റെ ഈ സിൽവർ കളർ വരുന്ന പോർഷനാണ് നമുക്ക് ആവശ്യം. നേരത്തെ കാണിച്ച ട്രാൻസ്പെറൻറ്റ് ഷീറ്റിന്റെ അതേ അളവിൽ വരുന്ന രീതിയിൽ കാർഡ്ബോർഡിന്റെ പീസോ നോട്ട്ബുക്കിന്റെ ചട്ട എടുക്കുക. ഇനി അതിനെ ഓക്കെ കവറിന്റെ ആ സിൽവർ പോർഷനോടൊന്ന് പൊതിയുക. അതിനുശേഷം നമ്മൾ വെച്ച ഡിസൈൻ അതിനോട് ചേർത്ത് വെച്ച് കൊടുക്കാം. ഫ്രെയിം പോലെ തോന്നിക്കാൻ വേണ്ടി ഞാൻ കറുപ്പ് ടൈപ്പും കൂടി ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ വർക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.